മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയിലെ മെല്ലെപ്പോക്കിനെതിരെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. പ്രവൃത്തി യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെ വലിയ പ്രയാസമാണ് വ്യാപാരികൾ അനുഭവിക്കുന്നത്. പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനിക്ക് നിവേദനം നൽകി. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ രണ്ടാംഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തുവരുന്ന പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രവൃത്തി യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെ മുക്കത്തെ വ്യാപാരികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കേവലം 2 മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ മുക്കം പുതിയ ബസ് സ്റ്റാൻഡിലെ പ്രവൃത്തികൾ 6 മാസക്കാലമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കാത്തതുമൂലവും രൂക്ഷമായ പൊടിശല്യം കൊണ്ടും കച്ചവടക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. വളരെ പെട്ടെന്ന് മുക്കം ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കണമെന്നാണ് കച്ചവടക്കാരുടെ പ്രധാന ആവശ്യം. മുക്കം വെന്റ് പൈപ്പ് പാലം മുതൽ ഓർഫനേജ് റോഡ് വരെ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. തുടങ്ങിവെച്ച പ്രവർത്തികൾ പൂർത്തീകരിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ പ്രവൃത്തി തുടങ്ങാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ. വരാനിരിക്കുന്ന ഉത്സവ സീസണുകൾക്ക് മുമ്പായി എല്ലാ പ്രവർത്തികളും തീർക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനിക്ക് നിവേദനവും നൽകി. പ്രവർത്തികൾ ഉടൻ തീർക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനാണ് സംഘടനയുടെ തീരുമാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് പി. അലി അക്ബർ, സംസ്ഥാന കമ്മിറ്റി അംഗം കപ്പിയടത്ത് ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക, കെ. പുരുഷോത്തമൻ, വി. പി. അനീസ്, ഡിറ്റോ തോമസ്, ഹാരിസ് ബാബു, എം. കെ. ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.